ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഏകമായിരിക്കുന്ന ആ പരമാത്മാവാണ് ഇവിടെ പല നാമരൂപങ്ങളിൽ നാം കാണപ്പെടുന്നത്. ഏകമായിരിക്കുന്ന ആ സത്തയാണ് ഇന്ദ്രിയങ്ങളിൽ കൂടി ബഹിർഗമിച്ചപ്പോൾ ശബ്ദമായും സ്പർശമായും രൂപമായും രസമായും ഗന്ധമായും പരിണമിച്ചത്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളായപ്പോൾ പരസ്പര ബന്ധമില്ലാതായിത്തീരുന്നു അവ. ശബ്ദം പോലെയല്ല രൂപം, രൂപം പോലെയല്ല സ്പർശം, സ്പർശത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് രസം, അതിൽ നിന്നും വ്യത്യസ്തമാണ് ഗന്ധം. ഇങ്ങനെ വേറെ വേറെയായി ഒന്നിനു പരസ്പര സാമ്യമില്ലാത്ത വിഷയങ്ങളെ എല്ലാം ഏകമായ ആ ഒന്നിൽ നിന്നാണ് ഉണ്ടായത്. ആ ഒന്നിൻ്റെ വൈവിധ്യമാണ് എല്ലാം. ഇവിടെ നാനാതരത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങളും രാഗദ്വേഷങ്ങളും കാമക്രോധാദികളും വളരുന്നു. എന്നാൽ ഏകത്വത്തിലേക്ക് നാം പോകുമ്പോഴോ ഇതൊന്നും തന്നെയില്ല. അതിനാൽ നാം എന്ത് ചെയ്യണം? ഈ നാനാത്വത്തിൽ നിന്നും ഏകത്വത്തിലേക്ക് ആണ്ടിറങ്ങണം. ആത്മാവാമെന്നിലേക്കുള്ളം തിരിഞ്ഞിടുകിൽ വാദവും ശമിക്കും മതഭേദങ്ങൾ അകന്നുള്ളം പ്രസന്നമാം. നമുക്ക് പ്രസന്നത കൈവരിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? ആത്മാവായിരിക്കുന്ന എന്നിലേക്ക് ബഹിർഗമിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സ് തിരിയേണ്ടിയിരിക്കുന്നു. ആത്മാവാമെന്നിലേക്കുള്ളം തിരിഞ്ഞിടുകിൽ വാദവും. ഇവിടെ നാനാത്വത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നു. ആ ഏകത്വത്തിലേക്കൊന്ന് പ്രവേശിക്കുമ്പോൾ നമ്മുടെ വാദവും തർക്കവും മതഭേദങ്ങളും ഉച്ചനീചത്വങ്ങളും അവർണ സവർണാദികളും ഇതെല്ലാം ഇല്ലാതെയാകുന്നതാണ്. അവിടെ ഏകമായ പരമാത്മാവിൻ്റെ ദർശനം മാത്രമാണുള്ളത്. അതിന് ആനന്ദവും അറിവും അഭയവും സന്തോഷവും സംതൃപ്തിയും പൂർണ്ണതയും ആണ് അനുഭവം. അതിലപ്പുറം മറ്റൊന്നുമില്ല, മറ്റൊന്നിൻ്റെയും ആവശ്യവുമില്ല. ഇത് നാം അറിഞ്ഞു കഴിയുമ്പോൾ അതിലപ്പുറം മറ്റൊന്നില്ല, ഇനി വേറെ ഒന്ന് കിട്ടാനുമില്ല. ഈ ലോകത്തിലെ ഏതു വസ്തു കിട്ടിക്കഴിഞ്ഞാലും മറ്റൊന്നുകൂടി കിട്ടണം എന്ന് നമുക്ക് വരുന്നു. എന്തറിഞ്ഞു കഴിഞ്ഞാലും ഇനിയും അതുകൂടി അറിയണം എന്ന് തോന്നുന്നു. എന്നാൽ ആത്മാവിനെ അറിഞ്ഞു കഴിയുമ്പോൾ ഇനി മറ്റൊന്നും അറിയാനില്ല, മറ്റൊന്നും കേൾക്കണമെന്നില്ല, മറ്റൊന്നും പഠിക്കണമെന്നില്ല, ഇനി മറ്റൊന്നുകൂടി കിട്ടണം എന്നില്ല. അത്രയും പൂർണ്ണതയാണ് അവിടെ അനുഭവമാകുന്നത്. അതിനാൽ ആത്മാവാമെന്നിലേക്കുള്ളം തിരിഞ്ഞിടുകിൽ വാദവും ശമിക്കും മതഭേദങ്ങൾ അകന്നുള്ളം പ്രസന്നമാം. ആ പ്രസന്നതയാണ് നമുക്ക് വേണ്ടത്. ആ ശാന്തഗംഭീരമായ അവസ്ഥാവിശേഷത്തിനെ വെല്ലാൻ ഈ ലോകത്തിൽ മറ്റൊന്നിനും സാധ്യമല്ല. അതൊരിക്കൽ അനുഭവിച്ചാൽ പിന്നെ നാം ഈ നാനാത്വത്തിൽ കടന്ന് ഉഴലേണ്ടതായിട്ട് വരില്ല. നമ്മുടെ ഉള്ളിൽ അത്യന്തം പ്രസന്നതയായിരിക്കും, പരമസുഖമായിരിക്കും നമ്മുടെ അനുഭവം.